നമസ്കാരം. ഒരു പ്രിപ്പറേഷനിലൂടെ എടുക്കുന്നൊരു വീഡിയോ ഒന്നുമല്ല. ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല, എന്നാലും കുറേ ആലോചിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ അല്ല. പക്ഷേ വളരെ യാദൃശ്യമായിട്ട് ഒരു വീഡിയോ എടുക്കേണ്ട ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു കടയിൽ പോയി. ഞാനിവിടെ കോട്ടയത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം കോട്ടയത്ത് താമസിക്കുമ്പോൾ ഞാനല്ല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോർമൽ ഒരു ഈ സാധാരണ ചോറും കറിയും അല്ലാതെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വേണം. പൊതുവെ അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും കഴിക്കാറില്ല. അപ്പം വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറും മുട്ടയും മേടിച്ചു. മേടിക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല. അളവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കണക്കൂട്ടി പറയും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സാധനം ഒരു കടലാസുപതിയിലുള്ള ഒരു കടലാസുപതി പറഞ്ഞാൽ ഏതാനും കുറച്ച് മുട്ടയും കുറച്ച് ചെറുപയറും, വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പം ഈ ഒരു പൊതിക്കായ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. 80 രൂപ. അപ്പം ഞാൻ എൻ്റെ കിളി പോയ പോലെ. കാരണം പണ്ട് നമ്മളൊക്കെ ഈ ചെറുപ്പം മുതലേ ഈ സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിച്ച് ഓർമ്മയും ശീലമുള്ളതുകൊണ്ട് 80 രൂപയ്ക്ക് കുറച്ച് നാൾ മുമ്പൊക്കെ എന്തൊക്കെ കിട്ടും എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയെ നോക്കുമ്പോൾ ഈ ഒരു 2 സാധനം ഇത്രയും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മേടിച്ചപ്പോഴും 80 രൂപയായി എന്ന് പറയുമ്പോൾ, പിന്നെ ഞാനും കേൾക്കാറുണ്ട് ഇങ്ങനെ സാധനത്തിൻ്റെ വില എന്നുള്ള രക്ഷയില്ല ഇതൊക്കെ. അത് അപ്പം മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ കൂലിപ്പണിക്കാരൻ അയാൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് അയാളുടെ വിയർപ്പ് മൊത്തം കളഞ്ഞ് ഒരു ദിവസം മുഴുവൻ കളഞ്ഞ് അധ്വാനിച്ചാൽ ഒരു ദിവസത്തേക്ക് അയാളുടെ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനം മേടിക്കാൻ മാത്രമേ കഷ്ടിച്ച് ആ പൈസ തികയുള്ളൂ. അതും അതിൻ്റെ ഏറ്റവും ചെറിയ എന്തെങ്കിലും ബേസിക് കാര്യങ്ങളും കുഴപ്പമില്ലാതെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സാധനം കഴിക്കാനുള്ള പൈസയെ അയാൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര വിലയാണ് ഈ സാധനങ്ങൾക്ക്. ഒരു 4-5 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തു വിലയല്ലേ, എന്തു വിലക്കയറ്റാണ്. അപ്പം എന്നാലും ഞാൻ ഈ ഇട്ട ഹെഡിങ് പോലെ തന്നെ, അഷ്ടിക്ക് വകയില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ല ഒരു ടീമാണ് ഈ കുറേ മലയാളികൾ. എല്ലാവരും അല്ല, കുറേ മലയാളികൾ. കാരണം ഇപ്പം ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കമ്പനി വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ഇതുവരെ ഒരു മനുഷ്യനെ പറ്റിച്ചെന്ന് പറഞ്ഞോ, എൻ്റെ പൈസ പോയെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു മനുഷ്യന് വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സംഭവമേ അതിൽ നടന്നിട്ടില്ല. അതൊരു ജെന്യുവനായിട്ട് നടക്കുന്ന ബിസിനസ്സാണ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. നല്ല വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് എന്താ, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ലോകത്ത് ഏത് കമ്പനിയാണേലും എന്തെടുത്താലും എന്തെടുത്താലും ഒരു സാധാരണക്കാരനായി വന്നവനാണെങ്കിലും എങ്ങനെ വന്നവനാണെങ്കിലും ആ ഒരു കമ്പനി അത് വളർന്നു വരുമ്പം, അത് നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് അതിൻ്റെ മെയിൻ ആയിട്ട് പ്രവർത്തിച്ച അതിൻ്റെ ആ വളർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച ഒരു പ്രധാന ഭാഗമായ ആളുകൾക്ക് നല്ല വരുമാനം കിട്ടും. അത് ഏത് കമ്പനിയാണ് എന്താണെങ്കിലും. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾക്ക് കിട്ടിയെന്ന് നോക്കുമ്പോഴേനും എന്തോ വലിയ മോശ കാര്യം പോലെ അങ്ങ് കാണാൻ തുടങ്ങണം. കാരണം കുറച്ച് ആളുകൾക്ക്, അതായത് നമുക്കോ ഇല്ല, മറ്റുള്ളവന് കിട്ടുന്നതിൻ്റെ കണ്ണിക്കടി. അങ്ങനെയാണോ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം എന്ത് ബിസിനസ്സാണ് അങ്ങനെ വരുമാനം കുറച്ച് പേർക്ക് കിട്ടാതിരിക്കുന്നത്? പിന്നെ ഈ കമ്പനി ഈ പറഞ്ഞ പോലെ ഒരു ജെനുവിൻ അല്ലാത്ത ഒരു കാര്യവും ഇതിൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റോ ആർക്കെങ്കിലും കുറ്റമോ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. വളരെ ജെനുവിനായിട്ട് ഒരുപാട് പേർക്ക് നല്ല ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ വിലക്കുറവ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. കാരണം അത്ര വിലയാണ് ഈ സാധനത്തിന്. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് നിത്യോപയോഗ സാധനങ്ങൾ എന്തും. കാരണം ഈ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്ക് മനുഷ്യരുടെ ഇപ്പോഴത്തെ. അപ്പം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ രാവിലെ അരി വേണം, അല്ലെങ്കിൽ പയർ വേണം, കഞ്ഞി വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും പോയിട്ട് പാടത്ത് പോയിട്ട് ഉഴുതെടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്, കടയിൽ പോയി വാങ്ങണ്ടേ. അപ്പോൾ കടയിൽ പോയി വാങ്ങിയാലേ അയാളുടെ വിശപ്പ് അടങ്ങുള്ളൂ. അങ്ങനെയാണ് ഈ നാട്ടിലെ വിശപ്പ് മുതൽ എല്ലാ ആവശ്യങ്ങളും നടക്കുന്നത്. ഏറ്റവും ബേസിക് ആവശ്യം മുതൽ എല്ലാ ആവശ്യങ്ങളും നടക്കുന്നത് പർച്ചേസിങ് സിസ്റ്റത്തിലൂടെയാണ്. പൈസ കൊടുത്ത് സാധനം വാങ്ങൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ മാക്സിമം ജനങ്ങളെ പങ്കെടുപ്പിച്ച് പറ്റുന്നവർക്കൊക്കെ വരുമാനം കൊടുത്ത്, അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂടെ അതിൻ്റേതായ അവർ വർക്ക് ചെയ്യുന്നതിന് ആസ്പദമായ കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചിട്ടുള്ള വരുമാനം കൊടുത്ത്, എന്നാൽ അതിൽ കൂടെ വളർന്നു വന്ന് പരമാവധി വിലക്കുറവിൽ ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും വരുമാനം എത്തിക്കാനും, അതായത് കോടി 100, 1000, 10,000, ഇപ്പോൾ 2 ലക്ഷം കോടിയുടെ കണക്കൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. റിലയൻസ് കമ്പനിയുടെയൊക്കെ 2 ലക്ഷം കോടി. അതിൻ്റെ 1000-ൽ 1 അംശം വേണ്ട ഒരു കുടുംബത്തിന് അടിപൊളിയായിട്ട് ജീവിക്കാൻ. അപ്പോൾ അത്രയും വലിയ പൈസ ഒരു കുടുംബത്തിലേക്ക് ഒരു കമ്പനിയിലേക്കും പോകുന്നതിന് പകരം കുറേ പേരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ
അതിൻ്റെ ഉപയോക്താക്കളാകാൻ അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ വേണ്ടി പറ്റുന്ന ആളുകൾ തന്നെ വെറുതെ പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പം ഒരു ചാവാലിപ്പട്ടി കുറേ എണ്ണം വയ്ക്കുക. അപ്പോൾ ചാവാലിപ്പട്ടികളെ തീറ്റാൻ വേണ്ടി കുറച്ച് ചിക്കൻ പാർട്സും കൊണ്ട് ഒരാൾ പോകാമെന്ന് വെച്ചോ, ഈ പട്ടികൾക്ക് അയാളെ കണ്ട് കുറച്ചുകൊണ്ടിരിക്കുക. ആ ലെവലാണ്. കുറേ എണ്ണം, എല്ലാവരെയും അല്ല കേട്ടോ, കുറേ എണ്ണം. പിന്നെ ഇപ്പം നമ്മുടെ വിധി ഒരു ഹൈക്കോർട്ടിൽ കേസ് നടന്നു. വിധിയെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ സംഭവിക്കുക, കാരണം ഇവർക്ക് ഗവൺമെൻറ്റിനൊന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഈ കമ്പനി നടത്തിക്കൊണ്ടോ ഇത് തുടർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരാവശ്യം ഗവൺമെൻറ്റിനില്ല. കാരണം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും ഒരു രൂപയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല അവരവിടെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവരതിനെ പൂട്ടിക്കാനേ നോക്കത്തുള്ളൂ. നീ പരമാവധി ചേർന്ന് പ്രവർത്തിച്ച് പരമാവധി പൂട്ടിക്കാൻ നോക്കുന്നേ. കാരണം ഒരു മനുഷ്യന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമായി പോവില്ലേ? അത് മോശമല്ലേ? കാരണം നിങ്ങൾ എന്ത് ഗതികേടിലാണോ കിടക്കുന്നത് അതേ ഗതികേടിൽ മറ്റുള്ളവരും കിടക്കണം എന്നല്ലാതെ എല്ലാവരും ഒന്നിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വളർന്നു വരണം എന്നുള്ള ആഗ്രഹം ഒരുത്തനുമില്ല. അതിനുവേണ്ടി കഷ്ടപ്പെടാനും ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേലും ചെയ്യും. ഓക്കെ, ബൈ.